നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാന് വെള്ളത്തിൽ തിരിച്ചടി നൽകി അഫ്ഗാനും താലിബാനും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ വെള്ളം തടയുന്ന സാഹചര്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേ ഒരു നടപടി അഫ്ഗാനിസ്ഥാനും താലിബാനും സ്വീകരിച്ചിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാനിലേക്ക് സിന്ധു നദിയിൽ നിന്ന് നൽകുന്ന ജലവിതരണമാണ് ഇന്ത്യ തടഞ്ഞത്. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകിയില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാതെ ജലവിതരണം വീണ്ടും ആരംഭിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം UN-ലും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയ്ക്ക് ഇന്ത്യയുടെ നടപടി വൻ തിരിച്ചടിയായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അഫ്ഗാനിസ്ഥാനും എത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ചിത്രാൽ മേഖലയിൽ തുടങ്ങി അഫ്ഗാനിസ്ഥാനിലെ കുനാർ, നൻഗറാർ മേഖലകളിൽ കൂടി ഒഴുകി വീണ്ടും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് കുനാർ. ഈ നദിയിൽ ഡാം നിർമ്മിക്കുക എന്ന നീക്കത്തിലേക്ക് അഫ്ഗാൻ താലിബാൻ നീങ്ങുകയാണ്. ഇത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി മാറുകയാണ്. ഡാം യാഥാർത്ഥ്യമായാൽ അത് പാകിസ്ഥാന് വിചാരിക്കുന്നതിലും അപ്പുറത്തെ പ്രഹരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല, അതിനു അപ്പുറം പാകിസ്ഥാനിൽ കുടിവെള്ളം, ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ വെള്ളം അല്ലെങ്കിൽ ജലം എടുക്കുന്ന ഒരു നദിയാണ് കുനാർ. ഡാം നിർമ്മിച്ച് നദിയുടെ ദിശ മാറ്റി വിടുക എന്നതാണ് അഫ്ഗാന്റെ നിലവിലെ തീരുമാനം. അങ്ങനെ ഡാം നിർമ്മിച്ച് നദിയുടെ ദിശ മാറ്റുക എന്നതാണ് അഫ്ഗാനിസ്ഥാന്റെ തീരുമാനമെങ്കിൽ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുനാറിൽ ഡാം നിർമ്മിച്ച് അഫ്ഗാനിലെ ഖംബീരി മരുഭൂ പ്രദേശം വഴി നൻഗറാറിലെ ജലസംഭരണികളിലേക്ക് വെള്ളം എത്തിക്കുക എന്നതാണ് താലിബാന്റെ നീക്കം. മാത്രമല്ല, അഫ്ഗാന്റെ തീരുമാനം പാകിസ്ഥാനുമായി വീണ്ടും സംഘർഷം രൂക്ഷമാകാനുള്ള സാഹചര്യം ഒരുക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അതിർത്തി സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റുകൾ അടച്ചത് അഫ്ഗാനിസ്ഥാന്റെ വ്യാപാര മേഖലയ്ക്ക് നൽകിയ തിരിച്ചടി വലുതായിരുന്നു. പാകിസ്ഥാനുമായി ഇനി വ്യാപാര ബന്ധത്തിന് ഇല്ലെന്ന് വ്യക്തമാക്കിയ താലിബാൻ ഇപ്പോൾ ഇന്ത്യ, ഇറാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് കയറ്റുമതി ഇറക്കുമതി നടപടികൾക്കായി ആശ്രയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.